ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നെനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടി വന്നില്ല. ഇന്നലത്തെ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കിയതിൻ്റെ ബാക്കി അതുമാത്രം മതി രാവിലെ കഴിക്കാമെന്ന് പപ്പ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ നിന്നില്ല. എനിക്കത് രാവിലെ കഴിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനൊരു പഴമൊക്കെ കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാനൊന്നും ഉണ്ടാക്കിയതുമില്ല. പിന്നെ രാവിലത്തെ പാല് കാച്ചൽ, കാപ്പി ഉണ്ടാക്കില്ല, അത്രയേ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ ഇനി ഉച്ചക്ക് നമുക്ക് ചോറും ഒന്നും ബാക്കിയില്ല. തലേദിവസം നമ്മളെല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എല്ലാ സാധനങ്ങളും വെക്കണം, ചോറും കറികളും എല്ലാം വെക്കണം. പിന്നെ കുറച്ച് സാമ്പാറൊക്കെ ഫ്രിഡ്ജിലുണ്ട്, എങ്കിലും ഇന്ന് മീൻ കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കരിയൊക്കെ ഇട്ടതിന് ശേഷം അവിടെ ഇരുന്ന് വെച്ച് നമ്മളുടെ ഹരിദ്രകാണ്ട എടുത്തിട്ട് ഞാൻ ഒന്നുകൂടി നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ അത് തീർന്നപ്പോൾ അടുത്തത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ശരിക്കുള്ള പേര്. നോക്കി വായിച്ചോ, കാരണം ആ ഒരു വീഡിയോൻ്റെ കീഴിൽ ഒരുപാട് കമൻസാണ്, ഭയങ്കര സംശയങ്ങളാണ്. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ടും ആളുകളിങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് പേരെന്താണ് അതിൻ്റെന്ന്. പിന്നെയാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കാനായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്ക് പറ്റുമോ, കുട്ടികൾക്ക് പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് കമൻസ് എന്നോടായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്നോടല്ല ചോദിക്കേണ്ടത്, ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ വീഡിയോൻ്റെ ലിങ്ക്. ആ വീഡിയോൻ്റെ താഴെ പോയിട്ട് കമൻസിൽ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ ആ ഡോക്ടർ നിങ്ങൾക്ക് മറുപടി തരും. അതാണ് ശരി. എനിക്കിത് പ്രയോജനപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. പിന്നാണെങ്കിൽ ഇതൊരു ആയുർവേദ മരുന്നാണ്, സൈഡ് എഫക്ട്സ് ഒന്നും വരില്ല എന്നുള്ള ധൈര്യത്തോടു കൂടി ഞാൻ ഷെയർ ചെയ്തതാണ്. അലോപ്പതി ആണെങ്കിൽ ഒരിക്കലും ഞാൻ ഷെയർ ചെയ്യില്ലായിരുന്നു. അപ്പോൾ പോയി നമുക്ക് നോക്കാം. പപ്പ പോയാന്ന് വാ. പപ്പ പോണുള്ളൂ. നമ്മുടെ ദീപാങ്കോട്ടെടുത്ത് ഇവിടെ ഇട്ടേക്കാൻ ഇടാൻ സ്ഥലമില്ല വേറെ. മുകളിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലെ സിറ്റൗട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒന്നും ആരും അങ്ങനെ ഇരിക്കാറില്ല. പൂച്ചയ്ക്കുള്ളൂ കയറി കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇട്ടാലും പൂച്ച കയറി കിടക്കുക. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒന്നും തന്നെ ഇടാത്തത്. പിന്നെ ഇത് ഗതി കെട്ടിട്ട് ഇപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടതാണ്, വേറെ സ്ഥലമില്ലല്ലോ. അപ്പോൾ രാത്രി ആകുമ്പോൾ നമ്മൾ ഇതിനകത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ട് മൂടിയിട്ടിട്ടാണ് പോണത്. അല്ലെന്നുണ്ടെങ്കിൽ രാത്രി ആകുമ്പോൾ പൂച്ചക്ക് ധൈര്യമാണല്ലോ, നമ്മൾ ആരും ഇവിടെ ഇല്ല എന്നുള്ളത്. അപ്പോൾ പൂച്ച വന്ന് കയറി അതിൽ മൂത്രമൊക്കെ ഒഴിച്ചിടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രി ആകുമ്പോൾ ഇത് നന്നായിട്ട് കവർ ചെയ്തിടും. അപ്പോൾ കുഴപ്പമില്ല. വെറുതെ തുണി വെച്ച് കവർ ചെയ്താലും പൂച്ച മൂത്രം ഒഴിക്കുമ്പോൾ അതൊക്കെ ആകൂലേ. അതുകൊണ്ട് പ്ലാസ്റ്റിക് ഇട്ടിട്ട് കവർ ചെയ്താണ് ഇടണത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇവിടെ ഒരു ഈസി ചെയറൊക്കെ മേടിച്ചിടാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചെങ്കിലും പിന്നീട് ഈ പൂച്ച ശല്യം കൊണ്ടാണ് നമ്മൾ ഒന്നും ഇടാതിരുന്നത്. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ജോലിയിലേക്ക് കടന്നപ്പോൾ പപ്പ കുറച്ച് സാധനം മേടിക്കാൻ പോയതാണ് കേട്ടോ. പപ്പ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ സാധനങ്ങൾ മേടിക്കാതെ, അതായത് അവൻ വണ്ടി കൊണ്ടുവരട്ടെ, വൈകിട്ട് പോയി മേടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാൻ പറയുവേ വേണ്ട, ഈ തിരക്കിൻ്റെ ഇടയിലേക്ക് പോകണ്ട. 2 വീലറും കൊണ്ട് പപ്പ പോകുമ്പോൾ എനിക്ക് എന്തോ ഒരു പ്രയാസം തോന്നും. കാരണം പ്രായം ഒക്കെ ആയി വരുമ്പോഴത്തേക്കും ഇല്ലേ, തിരക്കിൻ്റെ ഇടയിൽ കൂടിയൊക്കെ വണ്ടി ഓടിച്ച് വല്ലതും വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെയൊക്കെ നോക്കണ്ടേ എന്നൊക്കെയുള്ളൊരു ടെൻഷനാണ്. വെറുതെ നടക്കണ ആളെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒരു അപകടം വരണ്ടല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പറയും പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഉച്ച നേരത്തൊക്കെ പോയിക്കോ, അപ്പോൾ വഴിയിലൊന്നും അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ചിന്ത പോണത് കേട്ടോ. കാരണം നമ്മളുടെ ഒരു പ്രായവും നമ്മളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ അനുസരിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ വരാനുള്ളത് വഴി തങ്ങൂല, അത് മറ്റൊരു സത്യം. എങ്കിൽ തന്നെയും നമ്മൾക്കൊരു മനസ്സിനൊരു ആ ഒരു വിഷമമുണ്ടായിരുന്നു. അന്ന് ഞാൻ അങ്ങനെ അത് പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കൂലേ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറയും വേണ്ട, സന്ധ്യയൊക്കെ ഒന്നും ഇറങ്ങി പോകണ്ട എന്ന് ഞാൻ പറയും കേട്ടോ. അപ്പം ഞാനങ്ങനെ തുടച്ചിട്ടിരിക്കുന്ന സമയത്ത് ചിക്കൻ ഓർഡർ ചെയ്തത് വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ആഴ്ചയിൽ 2 ചിക്കനാണ് മേടിക്കണത്. 2 ചിക്കൻ മേടിച്ച് കഴിഞ്ഞാൽ റിച്ചാർഡിനുമായി റൂബിക്കുമായി. ഇനിയിപ്പോൾ റോജർ, റയൻ ഇവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ചിക്കൻ വേണം ആഴ്ചയിൽ. എല്ലാവർക്കും കഴിക്കാനും കുട്ടികൾക്ക് കഴിക്കാനും വേണം, പിന്നെ റൂബിക്ക് പതിവ് പോലെ വേണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവർ 2 പേർക്കും കൂടിയിട്ട് 2 ചിക്കൻ മതി. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കൻ ഇപ്പോൾ ഇന്ന് മേടിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഇതേ ദിവസം, അതിന് മുൻപ് തീരും. എങ്കിൽ തന്നെയും ഇടയ്ക്ക് 2 മുട്ടയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് ആ ഒരാഴ്ച തികച്ചെടുത്തിട്ടേ ഞാൻ ചിക്കൻ മേടിക്കുള്ളൂ കേട്ടോ. പക്ഷേ എല്ലാവരും കൂടി ആണെങ്കിൽ അതൊന്നും നടക്കില്ല. തീരുമ്പോൾ അങ്ങോട്ട് മേടിക്കാതെ നിവർത്തിയില്ല. അപ്പോൾ ഈ പൊടി തട്ടുന്ന ഏർപ്പാട് ഇപ്പോൾ എനിക്ക് ഒരുപാട് കൂടുതലാണ് കേട്ടോ. ഇവിടെ ഈ ഡെക്കോർ ഐറ്റംസ് ഒന്നും വെക്കാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, ഞാൻ വെക്കാറുമില്ല. കാരണം ഇത് പൊടി തട്ടണത് എൻ്റെ ഒരു ജോലിയാണ്, വേറെ ആരും അത് നോക്കൂലെന്ന് എനിക്കറിയാം. ഇതിലൊക്കെ നമ്മൾ പൊടി തട്ടി എല്ലാം ക്ലീനാക്കി വെക്കുന്നത് കൊണ്ടാണ് ഇത് വൃത്തിക്ക് അവിടെ ഇരിക്കണമെന്ന് ഒരാളും മനസ്സിലാക്കൂല. എല്ലാ ദിവസവും അവർ കാണുമ്പോൾ എല്ലാ ദിവസവും അത് അവിടെ ഇരിപ്പുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ അത് ഒരു ദിവസം നമ്മൾ പൊടി തട്ടാൻ വിട്ടുപോയാൽ
പിറ്റേ ദിവസം നോക്കുമ്പോൾ അതിൽ മാറാമ്പൽ പിടിച്ചിട്ടുണ്ടാവും. ഇത് വീട്ടമ്മമാർ മാത്രം അറിയുന്നൊരു കാര്യമാണ്, വേറെ ഒരാളും ശ്രദ്ധിക്കില്ല. ഇപ്പം നമ്മൾ ഈ ഒരു ഓൾട്ടറിലൊക്കെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ മാത്രമേ, തിരക്ക് വന്നാൽ മാത്രമേ ഒരു ദിവസം ഞാൻ പൊടി തട്ടാതിരിക്കുകയുള്ളൂ. മാക്സിമം എല്ലാ ദിവസവും പൊടി തട്ടിയിരിക്കും. ഒരു ദിവസം നമ്മൾ പൊടി തട്ടിയിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം ഇതിൻ്റെ അകത്ത് മാറാമ്പൽ കാണാം, ഈ കൂടിൻ്റെ അകത്ത്. അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ പെട്ടെന്ന് അവർക്ക് ഹൈഡ് ചെയ്തിരുന്ന് മാറാമ്പൽ കിട്ടാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പൊടി തട്ടി 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 നിൽക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ വൃത്തിക്കിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളതിൽ കൈയൊന്ന് ഒരു വിരൽ വെച്ച് ഇങ്ങനെ തോണ്ടിയാൽ അപ്പോൾ പൊടി കയ്യിലാകുന്നത് കാണാം. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ അതിന് ഒരു സമയവും നമ്മൾ കണ്ടെത്തണം. പക്ഷേ ഇത് ചെയ്യുന്നെന്ന് വീട്ടിൽ ഒരാൾ പോലും അറിയില്ല. അവർ നോക്കുമ്പോൾ ഇതെല്ലാം ക്ലീനായിട്ട് ഇരിപ്പുണ്ട്. ഇത് നമ്മൾ ദിവസവും ഇതായാലും ഇങ്ങനെ തട്ടിക്കുടഞ്ഞ് നിൽക്കണത് കൊണ്ട് മാത്രമാണ് അത് ക്ലീനായിട്ട് നിൽക്കുന്നത്. ഇതുപോലെ വീട്ടമ്മമാർ ഒരു 100 ജോലികൾ ആരുടെയും കണ്ണിൽ കാണാത്ത രീതിക്കുള്ളത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വീട് വീടായിട്ട് കിടക്കുന്നത്. എല്ലാ സ്ഥലത്തും വീട്ടമ്മമാരുടെ കണ്ണാണ് എത്തുന്നത്, അല്ലാതെ ആരും ഇത് ശ്രദ്ധിക്കുക പോലുമില്ല. എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു കാര്യം തുണി അലക്കുക, മടക്കുക, തേക്കുക, ഫുഡ് ഉണ്ടാക്കുക, ഇത്രയും എല്ലാവരുടെയും കണ്ണിൽ പെടുന്ന ഒരു ജോലിയുള്ളൂ ഞാൻ നോക്കിയിട്ട്. മറ്റുള്ള ജോലികളൊന്നും തന്നെയും ഒരാളും ശ്രദ്ധിക്കാത്ത ജോലികളാണ്. ഇതൊക്കെ ഇവരുടെ അടുത്ത് പറഞ്ഞാലും ഇവർ വിശ്വസിക്കൂല. പിന്നെ എല്ലാ ദിവസവും ഇപ്പോൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു കുഴപ്പമില്ല, കുട്ടികളില്ലാത്ത വീടല്ലേ, പിന്നെന്താ പ്രശ്നം എന്നൊക്കെ എൻ്റെ ഈ വീട്ടിൽ ആരും അങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ ഭൂരിഭാഗം വീട്ടിലും ആ ഒരവസ്ഥ തന്നെയാണ്. ഇവിടെ പപ്പയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ക്ലീനിങ് വർക്ക് പണ്ട് മുതലേ, ഞാൻ കല്യാണം കഴിച്ച് വരുന്ന സമയം മുതൽ തന്നെ പപ്പ ഭയങ്കരമായിട്ട് ക്ലീനിങ് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പപ്പയുടെ അമ്മ എൻ്റെ അടുത്ത് പറയുകയും ചെയ്യും കേട്ടോ, അവന് കാലിൽ മണ്ണൊന്നും ആകാൻ പാടില്ല. കാരണം അവിടെ മണ്ണിൻ്റെ മുറ്റം ഇത് ഞാൻ കല്യാണം കഴിച്ച് വരുമ്പോൾ. അപ്പോൾ മണ്ണിങ്ങനെ ചവിട്ടി അകത്തേക്ക് കയറും. എന്തായാലും കാലിൻ്റെ അടി ഒരു തരി മണ്ണൊക്കെ നമ്മൾക്ക് എങ്ങനെയായാലും ആകും. അതകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചെരുപ്പൊന്നും ഇടാൻ പാടില്ല വീടിൻ്റെ അകത്ത്. അപ്പോൾ ചെരുപ്പൊന്നും ഇടാതെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു തരി മണ്ണുണ്ടെങ്കിൽ അവൻ അറിയാം, അപ്പോൾ അവൻ അരിശം കയറുമെന്നൊക്കെ എൻ്റെ അടുത്ത്. പക്ഷേ അരിശം കയറിയിട്ട് നിങ്ങൾ എന്താ ചെയ്യാത്തതെന്നൊന്നും പുള്ളി ചോദിക്കൂല, പുള്ളി തന്നെ അതങ്ങോട്ട് ക്ലീൻ ആക്കും. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിലും ക്ലെൻലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ വെറുതെ അതിശയിച്ച് പോയിട്ടുണ്ട് ആ വീട്ടിൽ ചെന്നപ്പോഴുള്ള അവരുടെ ആ ഒരു വൃത്തി എന്ന് പറയുന്നത്. ആ ഒരു വൃത്തി ഞാൻ ചെന്നതിന് ശേഷമാണ് അവിടെ ആകെ നാശമായത്. കാരണം നമ്മൾ ചെന്ന് കുഞ്ഞുങ്ങളായി പിന്നെ തോന്നിയ പോലെയല്ലേ കുഞ്ഞുങ്ങൾ ഇടണത്. അവർ തോന്നിയ സ്ഥലത്തൊക്കെ നമ്പർ 1 പോവുക, നമ്പർ 2 പോവുക, പിന്നെ കളിക്കുന്ന സാധനങ്ങൾ വലിച്ചെറിഞ്ഞിടുക, എല്ലാം ബാക്കി കളഞ്ഞു. പക്ഷേ എന്നെ അവരാരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇത്രയും വൃത്തിക്കിട്ടിരുന്ന വീട് ഇത്രയും വൃത്തികേടാക്കിയെന്ന് ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല. കാരണം അമ്മക്കതൊക്കെ അറിയാം, അമ്മയും മക്കളെ വളർത്തിയതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയും അമ്മ ആ ഒരു ചിന്തയിൽ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ അടുത്ത് പറയൂ കേട്ടോ, ഇത്രയും ഭംഗിയായിട്ട് പറഞ്ഞ വെച്ചാൽ വീട് ഞാൻ ചെന്ന് നാറ്റിച്ചിട്ടിട്ടുണ്ട് കേട്ടാന്ന് പറയൂ കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു ബൂസ്റ്റിൻ്റെ കുപ്പി ഒന്ന് കഴുകി വെച്ചാൽ കേട്ടോ. കാരണം ബൂസ്റ്റ് തീർന്നൊരു ഇത്തിരിയല്ല. അപ്പോൾ അത് ഞാൻ പപ്പയുടെ ആ കപ്പിലേക്ക് കൊട്ടി വെച്ചിട്ട് അത് ഫ്രിഡ്ജിലോട്ട് വെച്ച് വൈകുന്നേരം ചായ എടുക്കുമ്പോഴത്തേക്കും അത് ആ കപ്പിലോട്ട് ചായ ഒഴിച്ചാൽ പപ്പക്ക് അത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിലോട്ട് വെച്ച് എന്നിട്ട് ആ കുപ്പി കഴുകി ഉണക്കാൻ വെച്ച് എന്നിട്ട് ഇനി പുതിയ ബൂസ്റ്റ് അതിനകത്തേക്ക് പൊട്ടിച്ചിടണം. അപ്പോൾ അങ്ങനെ പപ്പ സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിച്ചാന് ലേസ് മേടിക്കണം, പിന്നെ ബർഗർ ബൺ കിട്ടുമെങ്കിൽ മേടിക്കണം എന്ന് പറഞ്ഞു. ലേസ് മേടിക്കാൻ പപ്പ മറന്നുപോയി. ലിസ്റ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, വായ കൊണ്ട് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് മറന്നുപോയി. പിന്നെ ബർഗർ ബണ്ണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ 8 മേടിച്ചോ, 4 2 പാക്കറ്റ് മേടിച്ചോ. അപ്പോൾ പപ്പക്ക് വൈകുന്നേരം ചായയുടെ കൂട്ടത്തിലും കഴിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് ഒരു പാക്കറ്റേ കിട്ടിയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്രെഡ് മേടിച്ച് കൊണ്ടുപോകാമെന്നൊക്കെ. അങ്ങനെ പപ്പ ബ്രെഡും ബണ്ണൊരു പാക്കറ്റേ കിട്ടിയുള്ളൂ. അപ്പോൾ ആ ബർഗർ ഉണ്ടാക്കി കൊടുക്കുക. കാരണം ഈ ബർഗർ ഉണ്ടാക്കാനുള്ള ചീസ് സ്ലൈസൊക്കെ കുറേ നാളായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കണതാണ്. അപ്പോൾ എപ്പോഴും പറഞ്ഞു വിടും ഞാൻ ബർഗർ ബൺ കിട്ടണമെങ്കിൽ മേടിക്കണേ, പക്ഷേ കിട്ടാറില്ല. അങ്ങനെ കുറേ നാളായിട്ട് അത് ഇല്ല എന്ന് പറഞ്ഞിട്ട് പപ്പ വരും. അങ്ങനെ പനീർ മേടിച്ച് റിച്ചാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ല. പിന്നെ ബ്ലാക്ക് റോസ് എൻ്റെ തലമുടി മൊത്തം നരച്ചിരിക്കണേ, കുറേ നാളായിട്ട് ഡൈ ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞ് ഡൈ ചെയ്തിട്ട്. അപ്പോൾ അത് ഡൈ ചെയ്യണം. പിന്നെ ഇത് ആക്റ്റീവ് ഈസ്റ്റ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കവറാണ് കേട്ടോ ഇത്. ഈ കവറിൽ ഈ കുപ്പി ഇട്ടിട്ടാണ് ഇങ്ങോട്ട് തന്നത്. അപ്പോൾ അത് അതിൻ്റെ അകത്തുനിന്ന് താഴേക്ക് പോയതാണ്. പിന്നെ വാസ്ലിൻ ഞാൻ മേടിച്ച്, വാസ്ലിൻ ഈ സ്മെല്ലൊന്നും ഇല്ലാത്ത വാസ്ലിൻ മേടിക്കാമെന്ന് ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനും സ്മെല്ലുണ്ട് കേട്ടോ. എനിക്കങ്ങനെ ആ സ്മെല്ലുള്ളത് ഒട്ടും ഇഷ്ടമല്ല. പൂവിൻ്റെ എന്തോ ഒരു മധുര മണമായിരിക്കുള്ളൂ, എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ബിരിയാണി റൈസ്
നമ്മുടെ ചെറുപയർ, അരിപ്പൊടി തീർന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച കൊത്തമരയാണ്. പിന്നെ മുട്ട, പഴം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ റൂബിക്ക് അവിടെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് കൊടുക്കണം. കാരണം റൂബിക്ക് ഇപ്പോൾ ഇത്തിരി വിശപ്പ് കൂടിയ ഒരു സീസണാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ല. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഇതേ ഫുഡ് കൊണ്ടുപോയി വെച്ചവിടെ. മുത്ത് തിന്നണില്ലേ ബാ ഇവിടെ പോകുമ്പോ. അപ്പോൾ ഫാൻ ഇട്ടിട്ട് അവിടെ താഴെ ഞാൻ വെച്ചതായിട്ട് അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൾ ഒറ്റക്കൊന്നും കഴിക്കില്ല കേട്ടോ. അവൾക്ക് വാരിയൊക്കെ കൊടുത്ത്. പിന്നെ എന്നുണ്ടെങ്കിൽ ഞാൻ സിറ്റ് ഔട്ട് മാത്രമേ തുടച്ചിട്ടുള്ളൂ, അകത്തേക്ക് തുടച്ചിട്ടില്ല. അപ്പോൾ ഈ പൊടി തട്ടി എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം തുടക്കണത്. പക്ഷെ പിന്നെ തുടക്കാനും സഹിച്ചില്ല. കാരണം ചിക്കനൊക്കെ എടുത്ത് വെക്കാനും പിന്നെ ആണെങ്കിൽ ടൈം ഒത്തിരി ആയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് വർക്കാണെങ്കിൽ ഇന്ന് ഭയങ്കര ലേറ്റായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ 10 മണിക്ക് ശേഷം തന്നെ ആയിരുന്നു വീഡിയോ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളുടെ സമയം പോകും. പിന്നെയാണ് ഞാൻ പോയി കുളിച്ച് വൃത്തിയായിട്ടൊക്കെ വരണത്. അപ്പോൾ അങ്ങനെ കുറേ സമയം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഏതായാലും മീൻ കറി ആദ്യം കൊണ്ട് വെക്കാമെന്ന് വെച്ചാൽ ആ പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം ഒഴിച്ചിട്ട് തന്നെ പച്ചരപ്പ് ഉണ്ടാക്കിയിട്ട് ആണ് ഇന്ന് വെക്കണത്. കാരണം നേരം പോയ സ്ഥിതിക്ക് ഇനി വഴറ്റി നിൽക്കാനൊന്നും നേരമില്ല. അപ്പോൾ നമ്മൾ തേങ്ങയുടെ അകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചിട്ട് അതും പിന്നെ നമ്മളുടെ പുളിയും എല്ലാം കൂടി ചേർത്തിട്ട് അത് തിളക്കണ നേരം കൊണ്ട് നമുക്ക് അതിനകത്തേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. കാരണം ഞാൻ അതിനകത്ത് ഇടാനുള്ള ചെറിയുള്ളിയൊന്നും പൊളിച്ചിട്ട് പോലുമില്ല. അപ്പോൾ എല്ലാം പച്ചക്ക്, താളിക്കലൊന്നുമില്ല, പച്ചക്ക് ഇടുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റാണ്. അത് ഞങ്ങൾ കൊച്ചിക്കാർ മാത്രം അങ്ങനെ വെക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ സ്ഥലത്ത് അങ്ങനെ വെക്കണം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഏതായാലും അത് മീൻ എപ്പോഴും ഇടുന്നതിന് മുമ്പായിട്ട് ആ ഒരു ഗ്രേവി ചാറ് തിളക്കണം കേട്ടോ. തിളച്ച് കഴിഞ്ഞിട്ട് മീൻ ഇടുന്നതാണ് എപ്പോഴും നല്ലത്. ഒന്നിച്ച് നമ്മൾ മീൻ ഇടുമ്പോൾ ഞാനത് എപ്പോഴും വീട്ടിൽ പറയാറുള്ളതാണ്. ഒന്നിച്ച് മീൻ ഇടുമ്പോഴേക്കും ഉണ്ടാകുന്നത് ആ തണുത്ത ആ ചാറി കിടന്നിട്ട് മീനിൻ്റെ ചോര അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ ആ ചോര വെള്ളവും കൂടി ചേർന്നിട്ട് മീൻ കറിയുടെ രുചിക്ക് വ്യത്യാസം വരും. അപ്പോൾ എപ്പോഴും തിളച്ച ചാറിലോട്ട് വേണം മീൻ കഷ്ണങ്ങൾ ഇടാനായിട്ട്. അപ്പം തന്നെ അതിൻ്റെ ആ ചോര ഒഴുക്കൊന്നും ഉണ്ടാവില്ല. ഇടുമ്പോൾ തന്നെ അത് അപ്പം തന്നെ ചെറിയ രീതിയിലൊന്നും വേകുമല്ല. അതുകൊണ്ട് ചോര ഒഴുക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ ചെറിയ ഉള്ളിയൊക്കെ ഇല്ലേ നല്ല വലിയ പീസായിട്ട് കുഞ്ഞുള്ളി ചെറിയ സൈസാണെന്നുണ്ടെങ്കിൽ ആ മൊത്തത്തിലൊക്കെയാണ് അതിനകത്തേക്ക് ഇടുന്നത്. അത് വാരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ചതച്ച ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും എല്ലാം കൂടിയിട്ടൊക്കെ ഇട്ടേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനങ്ങനെ ഒന്നെത്തി നോക്കിയാണ്. റൂബിനെ കണ്ടില്ലല്ലോ. അപ്പം നോക്കുമ്പോൾ ഇല്ലേ ഭക്ഷണം കഴിച്ചിട്ട്, അതായത് ഞാൻ തന്നെയാണ് വാരി കൊടുത്തത്, ആ ഒരു ക്ഷീണത്തിൽ നന്നായിട്ട് കഴിച്ച് വിശപ്പുള്ളതുകൊണ്ട് വേഗം കഴിച്ച ആൾ ആ ക്ഷീണത്തിൽ ആൾ കിടന്ന് ഉറങ്ങണേണ്. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. കാരണം പപ്പ സാധനങ്ങളെല്ലാം മേടിച്ച് തന്നിട്ട് പിന്നെ വീണ്ടും പുറത്തേക്ക് പോയി. പപ്പയുടെ ഒരു കൂട്ടുകാരനിവിടെ ഹോസ്പിറ്റലിൽ, ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. 1 മാസത്തേക്ക് ഉണ്ടാവും. അപ്പോൾ ആ പുള്ളിയുടെ അടുത്ത് ഇടയ്ക്ക് പോയിരിക്കും. പുള്ളി ഒറ്റക്കാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അവിടെ പോയി ഇരുന്നിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ റൂബിക്ക് അറിയാം അമ്മ മാത്രമേ ഉള്ളൂ, വീട്ടിൽ വേറെ ആരുമില്ല, എനിക്കിനി ഇത് ഫ്രീഡം ഉണ്ട്, എവിടെ വേണമെന്നുണ്ടെങ്കിലും കിടക്കുകയും ഇരിക്കുകയും ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ അവൾ എൻ്റെ പിന്നാലെ നടക്കും. പേടിയാണ്, ആരെങ്കിലുമൊക്കെ വന്ന് അവളെ വിളിക്കുമോ എടുക്കുമോ എന്നുള്ള പേടിയുണ്ട് ഞാൻ എങ്ങാട് നീങ്ങിയാലും പുറകെ നടക്കും. വീട്ടിലാരും ഇല്ലെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലും മാറിക്കിടന്നോളൂ കേട്ടോ. അപ്പോൾ സമയം കണ്ടല്ല 1 മണിയായിട്ടുണ്ട്. അപ്പോഴൊക്കെയാണ് നമ്മളുടെ കറികളൊക്കെ ആയി വന്നത്. നമ്മൾ 2:30 കഴിക്കുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ പാത്രങ്ങൾ കഴുകി വെച്ച് കൊത്തമരയൊക്കെ അരിഞ്ഞു വെച്ച് അതിനകത്തേക്കുള്ള സവാള, പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ച് തേങ്ങയും അടിച്ച് അതുമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുരകയായിട്ട് ഞാൻ വീണ്ടും വന്ന് നോക്കിയതാണ് കേട്ടോ. എന്താണാവോ അവൾ കുരക്കണത്. എത്ര ഉറക്കമാണെങ്കിലും അലേർട്ടാണ് കേട്ടോ. ആൾ പെട്ടെന്ന് തന്നെ ചെറിയ ശബ്ദങ്ങളൊക്കെ കേൾക്കും. അപ്പം നോക്കുമ്പോൾ പപ്പ തന്നെയാണ്. അതുകൊണ്ടാണ് അവൾ ഇവിടെ നിന്ന് പോകാഞ്ഞത്. അവൾക്കറിയാം, പപ്പേനെ കാണുമ്പോൾ അറിയാം അവൾക്ക് ഇത്രയും ദൂരെയാണെന്നുണ്ടെങ്കിൽ അത് പപ്പയാണ്. അപ്പോൾ പപ്പയാണ്, കുഴപ്പമില്ല. ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ ഗേറ്റിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ചാടി എഴുന്നേറ്റാണ്. പപ്പ ഗേറ്റൊക്കെ ലോക്ക് ചെയ്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഗേറ്റ് തുറക്കുന്ന ശബ്ദമില്ലേ, അത് കേട്ടതാണ് ചാടി എഴുന്നേറ്റ്. അപ്പോൾ അവൾക്ക് മനസ്സിലായി പപ്പയാണെന്ന്. അങ്ങനെ അവൾ അന്ന് പിന്നെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അപ്പോഴും പുറത്ത് നിന്ന് ആരെയോ ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്യണേ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മീനിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നെയ്യ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം മീൻ വെന്തെന്നർത്ഥം. ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചാൽ കറിയുടെ കാര്യം കഴിഞ്ഞ്. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ പാചകം ചെയ്യുമ്പോൾ ഈ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്ന കാര്യം പറയുമല്ലോ. പച്ച വെളിച്ചെണ്ണ, വേകാത്ത വെളിച്ചെണ്ണയാണ് നമുക്ക് എപ്പോഴും നല്ലത്. നമ്മളിങ്ങനെ കത്തിച്ച് പുകച്ച് മൊരീച്ചൊക്കെ എടുക്കുന്നില്ല. ചിലത് അങ്ങനെ തന്നെ ചെയ്യണം. മാക്സിമം അങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാൻ പറ്റുന്നതിൽ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പണ്ടത്തെ ആളുകളുടെ കറിയൊക്കെ തന്നെയാണ് നല്ലത്. പിന്നെ നമ്മൾ ഈ പരിഷ്കരിച്ച് ആകെ കോളമാക്കിയാണ് ഭക്ഷണം കഴിക്കണമെന്ന് പറയാം.
കാരണം രുചികൾ നമ്മൾ പുതിയത് പരീക്ഷിച്ച് നമുക്ക് പിന്നെ ഒരു വീണ്ടും വീണ്ടും പുതുമയിലേക്ക് പോകാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മളുടെ ശരീരമാകെ നശിയുന്നുണ്ട് എങ്കിലും നമ്മളെല്ലാവരും ഇപ്പോൾ പുതുമയുടെ പിന്നാലെയാണ് പോക്ക് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാൽ കറിയും കൂടി മാറ്റി ഇനിയിപ്പോൾ ഇതിനിത്തിരി താളിക്കണം എങ്കിലും, കാരണം കടുക് പൊട്ടിക്കണം എങ്കിലും അതിനകത്തിടുന്ന ചെറിയ ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം വെന്ത് പോകാതെ തന്നെ താളിച്ചെടുക്കണം. അപ്പോൾ തേങ്ങരപ്പ് ഇത്തിരി ഇത് പെരിഞ്ജീരകം ചേർത്തിട്ട് വളരെ കുറച്ചിട്ടാണ്, പെരിഞ്ജീരകം ഒരുപാട് ഇടണ്ട, വളരെ കുറച്ച് പെരിഞ്ജീരകം ചേർത്തിട്ട് അത് തേങ്ങ മഞ്ഞളും ചേർത്തിട്ട് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വെളുത്തുള്ളിയും വേണമെങ്കിൽ ഇടാം, ഞാൻ മിക്കവാറും ഇപ്പോൾ ഇടാറില്ല അങ്ങനെ. എന്നിട്ട് അതുകൂടി ഇട്ട് കൊത്തമരയും കൂടി ഇട്ടിട്ട് അതിനകത്ത് ഇത്തിരി വെള്ളവും കൂടി ഒഴിക്കണം. കാരണം ഈ സ്റ്റീലിൻ്റെയൊക്കെ ഇതിൽ ഭയങ്കര ചൂടായിരിക്കുള്ളൂ, അടിക്ക് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് കൊത്തമരക്ക് ഇത്തിരി വേവുണ്ട് എന്തായാലും. അതുകൊണ്ട് ആ ജാറും കൂടി കഴുകി ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് ഉപ്പും ചേർത്ത് ഞാനിതിവിടെ മൂടി വെച്ചേ. ഇനിയിപ്പോൾ മീൻ വറുക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മീൻ വറുക്കാനുള്ള മീനും ഉണ്ട്, പക്ഷേ ഇനിയിപ്പോൾ വയ്യ, നേരൊത്തിരി ആയില്ലേ. മീനിലൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ടൊക്കെ വേണ്ടേ വറുക്കാൻ. അതുകൊണ്ട് മീനെടുത്ത് ഞാൻ തിരിച്ച് ഫ്രീസറിലോട്ട് കയറ്റിയിട്ടാണ്. എന്നിട്ടാണ് ഇനി ബാക്കി പണികളുള്ളത്. കാരണം കറികളങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ അതൊന്ന് പാത്രപാകം ആകുന്ന നേരം കൊണ്ട് നമുക്ക് ക്ലീനിങ്ങും മേടിച്ച സാധനങ്ങൾ എടുത്ത് വെക്കലും ഒക്കെ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ തവണ 12 മുട്ട മാത്രമേ ഞാൻ മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ആൾ കുറവാണല്ലോ, മുട്ട ഇങ്ങനെ ചൂട് കൊണ്ട് വെള്ളം വറ്റിപ്പോണമെന്നൊക്കെ പറയുന്നത്. പക്ഷേ പിന്നീട് മുട്ട തീർന്നിട്ടും പോയി മേടിക്കാൻ പറ്റിയില്ല, മറന്നു പോവും ചിലപ്പോൾ മേടിക്കാൻ. അപ്പോൾ അങ്ങനെ മേടിക്കാതെ മുട്ട ഇല്ലാത്തൊരു ബുദ്ധിമുട്ട്, റൂബിക്കിടക്ക് കൊടുക്കണം മുട്ട. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ഏതായാലും 24 മുട്ട തന്നെ മേടിച്ചു, ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. ഫ്രിഡ്ജ് വെച്ചാൽ വലിയ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഇപ്പോഴായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കാറുണ്ടായിരുന്നില്ല, ഫ്രിഡ്ജിൽ സ്ഥലമില്ല കേട്ടോ വെക്കാൻ, കുറേ സാധനങ്ങൾ പച്ചക്കറികൾ കയറിയിരിക്കണേല്ലേ. എങ്കിലും ഞാൻ ഫ്രിഡ്ജിലോട്ട് മുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ട് 2 മുട്ട മാത്രം അത്യാവശ്യം പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലീനിങ് ആണ്, കംപ്ലീറ്റ് ക്ലീനിങ് ആണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം തുടക്കാൻ. ആ നേരത്ത് പപ്പ വന്ന്, അപ്പോൾ പോയ സ്ഥലത്തെ വിശേഷങ്ങളൊക്കെയാണ് പപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തുടച്ച് കഴിഞ്ഞ് ഇതേ വന്ന വരവാണ്. എല്ലാ റൂമും തുടച്ച് ഇനി വൈകുന്നേരം ഒന്നും കൂടി തുടക്കണം, അല്ലാതെ നിവർത്തിയില്ല. അപ്പോൾ ഈ പലതവണ തുടക്കുമ്പോഴേ ഞാൻ എൻ്റെ അമ്മനെ ഓർക്കോട്ടെ, ഞങ്ങൾ ഭയങ്കര പൊടി പിടിച്ച സ്ഥലത്താണ്, അതായത് മെയിൻ റോഡിലാണ് ഞങ്ങളുടെ വീട്. റോഡിൽ നിന്ന് നേരെ വീട്ടിലേക്കും വീട്ടിൽ നിന്ന് നേരെ റോഡിലേക്ക് ഇറങ്ങണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കട്ടപ്പൊടിയാണ്, ഇവിടത്തേൻ്റെ ഒരു 100 ഇരട്ടിപ്പൊടിയാണ്. അമ്മ ഇങ്ങനെ പണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ ഉള്ള സമയത്തില്ലേ, ഞങ്ങളൊക്കെ ഓടി കളിച്ചിങ്ങനെ വീടിനകത്തൂടി നടക്കണതിൻ്റെ ഇടയിൽ കൂടി അമ്മ ഇങ്ങനെ തുടച്ച് പല തവണ തുടച്ച് പോകും കേട്ടോ. അപ്പം ഞങ്ങളൊരു എന്താണിത്, ആളുകൾ നടക്കണ കണ്ടൂടെ, അതിൻ്റെ ഇടയിൽ കൂടിയാണ് തുടക്കണമെന്നൊക്കെ ചോദിക്കട്ടെ. പക്ഷെ അമ്മ ഒന്നും പറയൂല കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ഓർക്കണത്, ഈ പൊടി ഇങ്ങനെ കയറി വരണോണ്ടാണ് ഇങ്ങനെ തുടച്ചുകൊണ്ടേ നടക്കണത് അമ്മ എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ ചോറ് ഒക്കെ ഞാനും പപ്പയും കഴിക്കാനെടുത്ത് ആ സമയത്ത് ദേ ഞാൻ കാണിച്ചു തരാം. പപ്പ ദേ വീഡിയോ ഓൺ ചെയ്ത് അത് വന്നപ്പോൾ കണ്ട സീന് പറഞ്ഞു, ഇത് കണ്ട് വീണ്ടും ഞാൻ ചിരിച്ചു പോയിട്ടാ. ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പപ്പ കഴിക്കാൻ തുടങ്ങിയിട്ട്, കാരണം പപ്പക്ക് ഭയങ്കരമായിട്ട് തണുക്കണേ ചോറ്. അപ്പോൾ തണുത്തായിട്ടാണ് പുള്ളി കഴിക്കാനിരുന്നത്. അപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞ്, അപ്പോൾ പപ്പ വീഡിയോ കാണുന്ന സീനാണിത്. വീഡിയോ ഒന്നും കാണൂല, എനിക്കൊരു വ്യൂ കിട്ടാൻ വേണ്ടി മാത്രം അതൊന്ന് ഓൺ ചെയ്ത് അവിടെ മാറ്റി വെച്ചേക്കണേണ് ആൾ. കമൻസ് വായിക്കും നിങ്ങളുടെ, അത് പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ ഫോൺ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് സൈലൻറ്റിൽ ഇട്ടിട്ട് കമൻസ് മാത്രമേ വായിക്കണത്, അങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി മക്കൾ വീഡിയോ കാണൂലേന്ന്. മക്കൾ അബദ്ധത്തിൽ പോലും എൻ്റെ ചാനലിൽ കയറാറില്ല, അതാണ് സത്യം. ആരും കാണൂല എൻ്റെ ചാനലിൽ. ആകെ പപ്പ ഒരു വ്യൂ തരാൻ വേണ്ടി മാത്രം ഇങ്ങനെ വെക്കും, അത്ര തന്നെ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു അവസ്ഥയിലാണ് കാണുന്നത്. ഇവിടെ ആരും കാണൂല, ഞാനും കാണാറില്ല. നമുക്ക് വേറെ പണിയുണ്ടല്ലോ, കാരണം ഇത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോൻ്റെ പണിയിലേക്കല്ലേ നമ്മൾ കയറണം. അപ്പോൾ പിന്നെ ആ വീഡിയോ ഇങ്ങനെ ഇരുന്ന് കാണില്ല, എഡിറ്റ് ചെയ്യണ സമയത്ത് കാണും, അത്ര തന്നെ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ബർഗർ ബൺ വന്ന സ്ഥിതിക്ക് നമുക്ക് ബർഗർ ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതിനകത്തേക്ക് ഉപ്പും കുരുമുളകും സോയാ സോസും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് ഉണ്ടെങ്കിൽ ചേർക്കുക. ഇപ്പം ഞാൻ ചോപ്പ് ചെയ്തതാണ് ചേർത്തത്. ഇത്തിരി സവാളയും ഒരിത്തിരി മല്ലിയിലുള്ളതുകൊണ്ട് അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇത്തിരി മുട്ടയുടെ
വൈറ്റ് എന്തെങ്കിലും ഇടുന്നത് നല്ലതാണ്. പക്ഷേ ഇത് ഇത്തിരിയല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു മുട്ടയുടെ വൈറ്റ് പിന്നെ അത് ബാക്കി അവിടെ മാറിക്കിടക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടില്ല. അതിന് പകരം ഇത്തിരി കോൺഫ്ലോർ ഇട്ട് കൊടുത്തു, ഒരു ബലം കിട്ടാൻ വേണ്ടി മാത്രം, ഒരു പിടുത്തം കിട്ടാനായിട്ട്. അതിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ, അല്ലാതെ തന്നെയൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യണത്. എങ്കിലും അങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്ലൊക്കെ ചൂടാക്കാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഓയിൽ, വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്രാൻ ഓയിൽ ഉള്ളതുകൊണ്ട് ബ്രാൻ ഓയിലിട്ട് അങ്ങനെ അത് ഈ ബോൾ അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ ഇത്തിരി എണ്ണ ബ്രഷ് ചെയ്തിട്ടുള്ള ഈ ഒരു ചട്ടകം വെച്ചിട്ട് അമർത്തുക, അല്ലെന്നുണ്ടെങ്കിൽ അതിലിട്ട് ഒട്ടിപ്പിടിക്കും. അത്രയേ ഉള്ളൂ. ഇനി അത് തിരിച്ചും മറിച്ചും ചെറിയ തീയിൽ ചിക്കൻ വേവിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് പിന്നെ അതുമേലേക്ക് ഒരു ചീസിൻ്റെ സ്ലൈസും കൂടി വെച്ച് കഴിഞ്ഞാൽ പാറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചിക്കൻ്റെ പാറ്റി ഉണ്ടാക്കിയെടുത്ത് പിന്നെ ഇനി നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അതിൻ്റെ ഇടയിൽ വെക്കാനുള്ളത്. അപ്പോൾ ലെറ്റ്യൂസ് ലീഫൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം. അത് ഒന്നും മേടിച്ചില്ല, വെറുതെ കുറച്ചധികം ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ലെറ്റ്യൂസ് ലീഫൊക്കെ മേടിച്ചാൽ നല്ലതാണ്. ഇതിപ്പോൾ മേടിച്ച് കഴിഞ്ഞാൽ 2 ലീഫ് എടുത്ത് ബാക്കി കളയേണ്ടി വരും. അങ്ങനെ ഇവിടെ അധികം റോജർ ഉണ്ടെങ്കിൽ അത് റോജർ പച്ചക്ക് സാലഡ് പോലെയൊക്കെ കഴിക്കോട്ടെ. റിച്ചാണ് അങ്ങനെയൊന്നും കഴിക്കുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലെറ്റ്യൂസ് ഒന്നും ഉപയോഗിച്ചില്ല. പിന്നെ ഞാൻ ക്യുക്കുംബറും തക്കാളിയും സവാളയും അത് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിനകത്ത് ക്യാരറ്റ് ഇങ്ങനെ നീളത്തിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടില്ലേ, സ്ട്രിങ് ആയിട്ട് ഇങ്ങനെ ഫുൾ നീളത്തിൽ അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതുമൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. അപ്പോൾ ഒരു സ്മോക്കി സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം ഇങ്ങനെ തളിച്ചിട്ടൊന്ന് മൂടി വെച്ചതാണ്. അപ്പം തന്നെ എടുക്കണം, പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി പോകുമെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് തന്നിട്ട് മെൽറ്റായിട്ടുണ്ട്. പിന്നെ നമ്മളിത്തിരി ബട്ടർ ഇട്ടിട്ട് ഇത് ബണ്ണ് കൂടിയിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത്. അപ്പോൾ കൂടുതലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ടോസ്റ്റ് ചെയ്യാൻ നിൽക്കില്ല കേട്ടോ, ഒത്തിരി പാടാണെന്ന് ഇതൊക്കെ ടോസ്റ്റ് ചെയ്ത് നിൽക്കുക. ഇതിപ്പോൾ ആകെപ്പാടെ 4 ബണ്ണിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് അത് 2 പ്രാവശ്യമായിട്ട് ആ 4 ബണ്ണും ടോസ്റ്റ് ചെയ്തെടുത്തിട്ടാ. ടോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലതാണ്, ആ ഒരു മുരിഞ്ഞ ഒരു ടേസ്റ്റ് കൂടിയിട്ട് വരും. പിന്നെ ഞാൻ വിചാരിച്ച് മുട്ടയുടെ ബുൾസൈയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ലേ, ഇത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴേ റിച്ചാർഡ് വന്ന് കയറി. പിന്നെ കൂടുതൽ പരിപാടിക്കൊന്നും നിന്നില്ല. അപ്പോൾ ഇതിനെ കൂടിയിട്ട് ഫ്രഞ്ച് ഫ്രൈസും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കിയപ്പോൾ റിച്ചാർഡ് വല്ലാതെ ആസ്വദിച്ചാൽ കഴിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ച്. പിന്നെ ക്യാപ്സിക്കം എൻ്റെ കയ്യിലൊരെണ്ണം കട്ട് ചെയ്യാത്തതുണ്ട്, പക്ഷെ ഞാനത് എടുത്തില്ല. കാരണം നമ്മൾ ഈ വട്ടത്തിൽ കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കൂലേ, അത് കഴിക്കണം സമയത്തില്ലേ അത് മൊത്തത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു വശം കട്ടായി കഴിയുമ്പോൾ അത് നീളത്തിൽ വലിഞ്ഞിങ്ങോട്ട് പോരും അതിൻ്റെ ഇടയിൽ നിന്ന്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ കടിക്കുമ്പോൾ അത് ഇങ്ങനെ പോന്നാലും കുഴപ്പമില്ല, 2-3 പീസായിട്ട് വെക്കാം എന്ന് വിചാരിച്ച് ഞാൻ കട്ട് ചെയ്ത ഒരു ക്യാപ്സിക്കം തന്നെയാണ് വെച്ചത് കേട്ടോ. അപ്പം ഞാൻ നോക്കുമ്പോഴില്ലേ ചെറീസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറീസൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ നമ്മൾ ടൂത്ത് പിക്കിൽ കുത്തി വെക്കാൻ നോക്കിയപ്പോഴേ പിന്നെ നമ്മൾ മയണൈസിനകത്ത് ചേർത്തിട്ടില്ല, മയണൈസും കൂടി ചേർക്കണപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. പക്ഷേ മയണൈസ് ഇവിടെ വേണ്ടാന്ന് പറയും, ഇതിന് വെക്കണ്ട, അതെങ്കിലും ഒഴിവാകട്ടെ എന്ന് വിചാരിച്ച്. മയണൈസ് നല്ലതല്ലല്ലോ. പിന്നെ നമ്മൾ മന്തിയൊക്കെ വെക്കുമ്പോൾ മയണൈസ് എന്തായാലും വേണം അവർക്ക്. അപ്പോൾ ഇതിൽ മയണൈസ് വേണ്ട, അങ്ങനെ മയണൈസ് നമ്മൾ ഒഴിവാക്കിയതുകൊണ്ട് ആ ഒരു പണി കുറഞ്ഞിട്ട് താഴത്തും മുകളിലും കുറച്ച് സോസ്, 2 ബണ്ണിൻ്റെ സൈഡിൽ കുറച്ച് സോസ് ഒഴിച്ചിട്ട് അത് മാത്രമാണ് നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇപ്പോൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കൂടി അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ ഞാൻ ചായയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. ചായ കട്ടൻ വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ഓർത്ത് പപ്പക്ക് ബ്രെഡ് കൂട്ടി കഴിക്കാൻ പാൽച്ചായ തന്നെയാണ് നല്ലത്. അത് പിന്നെ പാൽച്ചായ ഇടാമെന്ന് വിചാരിച്ച് പാൽച്ചായയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ക്രിസ്പിയാണോ അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ കിട്ടുക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഇതൊട്ടും ക്രിസ്പി ആകില്ല, ആ ചൂടോടുകൂടി കഴിച്ചാൽ ക്രിസ്പിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇത് തളർന്ന് കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ക്രിസ്പി ആയിട്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ഒരു ഹാഫ് ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്തിരി കോൺഫ്ലോറൊക്കെ പുരട്ടിയിട്ട് ഉപ്പൊക്കെ പുരട്ടിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് ആ തണുപ്പിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ക്രിസ്പായിട്ടൊക്കെ കിട്ടുമെന്ന് പറയാം. ഞാൻ ഏതായാലും ചെയ്തിട്ടില്ല. സേട്ട് വേഗം വന്നവല്ല ഇവിടെ ഉണ്ടെന്ന് കുറച്ചെന്നെ കാണിക്കണേ. സേട്ട് വന്ന് പറഞ്ഞത് കണ്ട, എത്ര മണിയായി? 5:30 പോലും ആയിട്ടില്ല. സേട്ട വന്ന് സേട്ട വന്ന് ചേട്ട തരും, കുഞ്ഞക്ക് തരും കേട്ടാ. ചേട്ട ഇപ്പം വന്നെടുത്ത് തരും കുഞ്ഞക്ക്. അത് വറുത്തെടുക്കട്ടെ ഒന്ന്. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഞാൻ നാളെ ചിക്കൻ ബിരിയാണിയാണ് നാളെ. ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി കിട്ടി.
ഓക്കെ, എഗ് ബിരിയാണി. അപ്പോൾ ഇന്ന് അവൻ്റെ കോളേജിൽ മീൻകറിയും ചോറും പച്ചക്കറി അങ്ങനെയൊക്കെയാണ്. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് എഗ് ബിരിയാണിയാണ് വിളമ്പിയെന്ന് പറഞ്ഞ് അത് അവിടെ എന്തോ ഗസ്റ്റ് വന്ന സ്ഥിതിക്ക് അവർക്ക് എഗ് ബിരിയാണി ആക്കിയപ്പോൾ ഇവർക്ക് കൂടി ഒന്നിച്ച് എഗ് ബിരിയാണി ആക്കി അവർ പണി ഒതുക്കിയതാണ്. അപ്പോൾ പിറ്റേ ദിവസം ശരിക്കും ഇവർക്ക് ചിക്കൻ ബിരിയാണി കൊടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ ഇന്ന് എഗ് ബിരിയാണി തന്നെന്ന് വിചാരിച്ച് നാളത്തെ ചിക്കൻ ബിരിയാണി മുടക്കി കളയലേ എന്നൊക്കെ അവർ പറഞ്ഞിട്ട് പോകുന്ന കഥയാണ് റിച്ചാർഡ് എന്നോട് പറയണത്. അവിടെ വന്നിരുന്നത് പിന്നെ കയ്യിലോട്ടൊക്കെ അങ്ങോട്ട് കൊടുക്കാൻ അങ്ങോട്ടിട്ട് കൊടുക്കാൻ കിടക്കാനൊരു സ്ഥലം കിട്ടണല്ലോ അവിടെ. അതാ കാര്യം. എടി ഇതിന് വേണ്ടി കൊടുക്കണ്ടല്ലോ. കൊത്തി കൊത്തിയൊക്കെ തിന്നടാ, അങ്ങോട്ട് കയറി കിടന്ന് തിന്നണ. അങ്ങനെ ചായയൊക്കെ റെഡിയാക്കി ഇത് ഞാൻ ബ്രെഡ് ഉറുമ്പ് കയറാതിരിക്കാൻ അകത്തെടുത്ത് വെക്കണേന് കേട്ടോ. ഓവൻ്റെ അകത്ത് മാത്രമാണ് ഇവിടെ ഉറുമ്പ് കയറാത്തത്. റൂബിയുടെ ചിക്കനൊക്കെ പുറത്ത് വെച്ചേക്കുമ്പോഴേ എന്തോ ഒരു ഉറുമ്പാണെന്ന് അറിയുമ്പോൾ അതിനകത്തേക്ക് കയറുന്നത്. വെന്ത് ചൂട് അങ്ങോട്ട് അറിയാൽ അപ്പോൾ ഉറുമ്പ് കയറും. പക്ഷെ പഞ്ചസാരയുടെ അകത്ത് ഒരു ഉറുമ്പ് പോലും കയറണില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാനൊന്നും ചെയ്തിട്ടുമില്ല അതിൽ. പക്ഷെ പഞ്ചസാരയിൽ അങ്ങനെ ഉറുമ്പ് കയറണില്ല. ആ പഞ്ചസാരയിൽ കയറുന്ന സമയങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ പഞ്ചസാരയുടെ അകത്ത് ഉറുമ്പ് കയറണില്ല. ഇങ്ങനെ ചിക്കൻ്റെ അകത്തൊക്കെയാണ് ഉറുമ്പ് കയറണത് കേട്ടോ. അത് റൂബിയുടെ ചിക്കൻ കേട്ടോ. നമ്മൾ കറി വെച്ചാലൊന്നും അങ്ങനെ ഉറുമ്പ് കയറാറില്ല. അപ്പോൾ അങ്ങനെ പപ്പട ഞാൻ കാലത്ത് ഇത് ബൂസ്റ്റ് ഇട്ട് വെച്ച ആ കപ്പ് ഉണ്ടല്ലോ, ആ കപ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതിനകത്തേക്ക് നേരെ ചായ ഒഴിച്ചിട്ടാ. എന്നിട്ട് ആ ബൂസ്റ്റൊക്കെ കലക്കിയിട്ടാണ് പപ്പക്ക് കൊടുത്തത്. പക്ഷേ പപ്പ ഈ ചായ എടുക്കണുണ്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്തെങ്കിലും ജോലിക്ക് പോട്ടെ. അപ്പോൾ ഇന്ന് റിച്ചാർഡ് ഇന്നും ചോദിച്ചു പപ്പ എന്തേ. ഞാൻ പറഞ്ഞു പപ്പ ചായ എടുക്കണ കണ്ട അപ്പം തന്നെ പോവും. അതുപോലെ തന്നെ മുകളിൽ പോയിട്ട് മുകളിൽ നനച്ചിടുവേ, അതായത് ടെറസ് ചൂട് താഴേക്ക് ഇരിക്കാതിരിക്കുക. അപ്പം ഞാൻ റിച്ചാൻ്റെ അടുത്ത് പതിപോലെ പറഞ്ഞു ചായ കണ്ടതാ പപ്പ പോയി എന്ന് പറഞ്ഞു. പക്ഷേ പപ്പയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ചൂടാറട്ടെ ചായ, അതോടെ ഇരിക്കട്ടെ, ആ നേരത്ത് പണിയും കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാമല്ല, അതാണ് ഉദ്ദേശം. അടിപൊളിയാണല്ലോ. ഇതതിന് നടുക്ക് വെച്ച് ഇങ്ങനെയല്ലേ. സാധാരണ ഇവിടെ ബർഗർ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കിട്ടാറേ ഇല്ല. ഞാൻ കുട്ടികൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് കണക്കിന് അവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഏതായാലും ഒരു ബർഗർ ഞാനെടുത്ത് കഴിച്ചു. ഞാനും സാറ്റിസ്ഫൈഡാണ്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഡിന്നർ. പിന്നെ വേറൊന്നും ഞാൻ റിച്ചാർഡും കഴിച്ചില്ല. പപ്പക്ക് ഞാൻ ഊണ് കൊടുത്തിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോൾ ഇതേ റൂബിയില്ലേ ഉറങ്ങണേണ്. പക്ഷെ നമ്മൾ വിചാരിക്കും കണ്ണൊക്കെ തുറക്കുമ്പോൾ അവൾ ഇങ്ങനെ കണ്ണ് ശരിക്കും കാഴ്ച ഇങ്ങനെ തുറന്ന് നോക്കണേണ്. പക്ഷെ അതല്ല, നല്ല ഉറക്കമാണ് ആൾ. അപ്പോൾ ഞാനവിടെ ഇരുന്നിട്ട് വീഡിയോൻ്റെ എഡിറ്റിങ് കാര്യങ്ങൾക്ക് വേണ്ടി ഇരുന്നപ്പോഴാണ് ഇത് കണ്ടത്. കാരണം കരയുന്ന പോലത്തെ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞ് നോക്കിയാണ്. അപ്പോൾ ഉറക്കത്തിൽ കരയണേണ് ആൾ. അങ്ങനെ അത് കുറച്ച് നേരം നോക്കി അവിടെ നിന്ന് പലതവണ അവളിങ്ങനെ കണ്ണ് തുറക്കണുണ്ടപ്പോൾ എഴുന്നേറ്റെന്നാണ് ഞാൻ വിചാരിക്കണം. പക്ഷെ അതൊന്നും എഴുന്നേറ്റതായിരുന്നില്ല. അവൾ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് കണ്ണ് തുറക്കണതാണ്. കുറച്ച് നേരം കൂടി ഞാൻ അങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നൊരു ശബ്ദം കേട്ട് അതോട് കൂടിയിട്ട് ആൾ ശരിക്കും അങ്ങോട്ട് കണ്ണ് തുറന്നിട്ട്, അതെ ഇതാണ് ശരിക്കുള്ള കണ്ണ് തുറക്കൽ കണ്ട. അപ്പോൾ ആ മുഖഭാവവും ആ ചെവിയൊക്കെ പൊങ്ങിയതുണ്ട്. അത്രയും നേരം അവൾ ഉറക്കത്തിലാണ് കണ്ണ് തുറന്നുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ ഇല്ലേ, ഞാൻ മിക്കവാറും നിങ്ങളുടെ അടുത്ത് പണ്ട് മുതലേ നമ്മൾ ടിപ്സ് വീഡിയോയിലൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഞാനത് അങ്ങനെ കാണിക്കാറില്ല. ഈ ഒരു ടിപ്പ് നിങ്ങൾ ഇടയ്ക്ക് ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലെങ്കിലും ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സിങ്ക് ബ്ലോക്ക് വരില്ല. സിങ്ക് ബ്ലോക്ക് വന്നതിന് ശേഷം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വരുന്നതിന് മുന്നേ തന്നെ നമ്മളിതുപോലെ ചെയ്യുക. മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഈ ഇത് ബേക്കിംഗ് സോഡ ഇട്ട് കുറച്ച് വിനാഗിരിയും ഒഴിച്ച് അതൊന്ന് പതഞ്ഞ് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത്തിരി ചൂടുവെള്ളം, ഭയങ്കര ചൂട് വേണമെന്നില്ല, എന്നാൽ ഒരുവിധം ചൂട് വേണം, ആ ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിക്കാൻ. അപ്പോൾ വെള്ളം ചൂടാക്കാൻ ഞാൻ അവിടെ വെച്ച് ചൂടാണ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ബൂസ്റ്റ് ഇട്ട് വെക്കാം. കാരണം നാളെ വെളുപ്പം കാലത്തെ ബൂസ്റ്റ് കലക്കണമല്ലോ. അപ്പോൾ പിന്നെ രാവിലെ പൊട്ടിക്കാൻ നിൽക്കണ്ട. അപ്പോൾ അങ്ങനെ നമ്മൾ ബൂസ്റ്റൊക്കെ എടുത്ത് അതിനകത്തുള്ള ആ ഒരു ബോട്ടിൽ ഫ്രീ കിട്ടിയതൊക്കെ അതിനകത്ത് തന്നെ ഇരിക്കുന്നത് ഞാൻ തുറന്നിട്ടുണ്ടാകുന്നില്ല. 1 കിലോൻ്റെ 1/2 കിലോൻ്റെ 2 പാക്കറ്റ് ബൂസ്റ്റ് അതിനകത്തുണ്ട്. അപ്പോൾ 1 കിലോ ഇത് 1 പാക്കറ്റ് എടുത്ത് അതിനകത്തേക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത് 1/2 കിലോൻ്റെ 500 ഗ്രാമിൻ്റെ നല്ലൊരു ബോട്ടിലാണ് കേട്ടോ. പണ്ടേ മേടിച്ചൊരു ബോട്ടിൽ, എന്ത് 10-12 വർഷമായിട്ടുണ്ട്. ഈ 2 ബോട്ടിലുണ്ട് എൻ്റെ കയ്യിൽ. 2 ബോട്ടിലും 1/2 കിലോൻ്റെ ബോട്ടിലാണ്. നല്ല ക്വാളിറ്റിയുള്ള ബോട്ടിലും അതുപോലെ അതിൻ്റെ മൂടി ഒരു കേടൊന്നും വരെ വന്നിട്ടില്ല. അത് പപ്പ എനിക്ക് പണ്ട് മേടിച്ചു കൊണ്ടുവന്ന് തന്നിട്ടുള്ളതാണ്. പഞ്ചസാര ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുള്ളതാണ്. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഭരണിയൊന്നുമില്ല. ഇപ്പോൾ ഭരണിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഉപ്പും പഞ്ചസാരയൊക്കെ ഭരണിക്കകത്തേക്കൊക്കെ മാറ്റി അങ്ങനെ അതൊക്കെ ആക്കി വെച്ച് അങ്ങനെ ആ നേരം കൊണ്ട് വെള്ളമൊക്കെ ചൂടായി വന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണേ കേട്ടോ. ഇത് നിങ്ങൾ എങ്ങനെയായാലും ഇത് ആ മാസത്തിലൊരിക്കലും ചെയ്തോ, ഒരിക്കലും ബ്ലോക്ക് വരില്ല. കാരണം എത്ര തന്നെ നോക്കിയാലും ഇതിൽ കൂടി ഫുഡ് വേസ്റ്റ് ചെറുതൊക്കെ പോകും. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിൽ നെറ്റൊന്നും ഇട്ടിട്ട് പോലും ഇല്ല. എന്നിട്ട് പോലും എനിക്ക് ബ്ലോക്ക് ഒരിക്കലും വരാറില്ല. പണ്ട് സ്ഥിരം ബ്ലോക്കായിരുന്നു.
എപ്പോഴും ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നിട്ടാണ് പാത്രം കഴുകിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് എൻ്റെ ആദ്യകാല വീഡിയോയിലൊക്കെ കാണാം. പിന്നെ ഞാനത് പല ആളുകളുടെയും ടിപ്പ് വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാനത് ചെയ്ത് സക്സസ് ആയ ഒരു സംഭവമാണ്. എല്ലാവർക്കും അത് പറ്റും കേട്ടോ. അതുപോലെ എന്നുണ്ടെങ്കിൽ ബ്ലോക്ക് റിമൂവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം റെഡിമെയ്ഡ് കിട്ടും 25 രൂപയ്ക്ക്. അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. അതിട്ട് കഴിഞ്ഞ് അത് രാത്രി മുഴുവൻ അതിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം കഴുകി കളയുക, അങ്ങനെയും ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ കഴുകലും തൂക്കലും വാരലും ഒക്കെ കഴിഞ്ഞ് എല്ലാം ഒതുക്കിയൊക്കെ വെച്ച് അത് കഴിഞ്ഞ് പിന്നെ ഇപ്പുറത്തെ നമ്മുടെ വാഷ് ബേസിൻ മാത്രമേ ഇനി തുടക്കാനുള്ളൂ. അതും കൂടി ഒന്ന് തുടച്ചിടണം. ഞാൻ പറയണ പോലെ തന്നെ വാഷ് ബേസിൻ, സിങ്ക് ഇതെല്ലാം രാത്രി തന്നെ ക്ലീൻ ചെയ്തിടണം. രാവിലത്തേക്ക് ഒരിക്കലും വെക്കരുത്. കാരണം അതേലുള്ള അഴുക്കുകൾ ഇരുന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും അത് ഒരു കൊള്ളാത്ത മണമായിട്ട് മാറും. അപ്പം മണമൊന്നും ഉണ്ടാവില്ലെങ്കിലും പിന്നീട് അതിരുന്ന് പഴകി രാത്രി മുഴുവൻ ഇരുന്ന് ചീത്തയായി കാലത്താകുമ്പോഴത്തേക്കും ഒരു സ്മെല്ല് നിൽക്കും. അപ്പോൾ അത് നമ്മുടെ മുറിയുടെ അകത്ത് ഇങ്ങനെ കെട്ടി നിൽക്കണേല്ലേ, രാത്രി വീട് അടച്ചിട്ടേക്കണേല്ലേ. അപ്പം അതുണ്ടാവാതിരിക്കാൻ രാത്രി തന്നെ സകലമാന സിങ്കും വാഷ് ബേസിനും ഒക്കെ കഴുകി വൃത്തിയാക്കുക. അത് തന്നെയാണ് ഞാൻ ഇന്നും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം വൃത്തിയാക്കി ഇടുക. രാത്രി കിടക്കുമ്പോൾ ഒന്നും വലിച്ചു വാരി ഇടാൻ പാടില്ല. എല്ലാം വെക്കേണ്ട സ്ഥലത്തേക്ക് എടുത്തെടുത്ത് വെക്കുക. നമ്മുടെ കുഷ്യൻ മാറി കിടക്കണത് പോലും കറക്റ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ ക്ലിയർ ആക്കി വെക്കുക. ഇതിനൊക്കെ അധികം നേരമൊന്നും വേണ്ട. മടി തോന്നുമ്പോൾ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. എത്ര നേരം വേണം, 5 മിനിറ്റ് മതിയല്ലേ ഇത് ചെയ്യാൻ, അങ്ങോട്ട് ചെയ്തേക്കാം. അങ്ങനെ നീറ്റായിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ റൂബിക്ക് പുന്നാരം കൂടിയിട്ട് പപ്പടം കൂടി മുകളിലോട്ട് പോണേ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇനി താഴേക്ക് ആൾ വരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാം. താങ്ക്